പ്രിസേർവ് ദി അനോയിൻറ്റിങ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിനകത്ത് അഭിഷേകത്തിൻ്റെ ഉദ്ദിഷ്ട കാര്യം എന്നതാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. അതിനോട് നീതി പുലർത്തുക എന്ന് പറയുന്നത് ഈ സമയത്തിനുള്ളിൽ സാധ്യമല്ല. എന്നാൽ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ ഉച്ചതിരിഞ്ഞ സമയത്ത് ആ ദൈവിക അനുഭവത്തിലേക്ക് നിങ്ങളെ ഒന്ന് നയിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ വളർന്ന നസറേത്തിൽ വന്ന് ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് തുറന്നു കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. എൻ്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, അഭിഷേകത്തിൻ്റെ ഉദ്ദിഷ്ട കാര്യം, ദ പേർപ്പസ് ഓഫ് അനോയിൻറ്റിങ്. ഈ വായിച്ചതായ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ അഭിഷേകം വന്നതിൻ്റെ ഉദ്ദിഷ്ട കാര്യത്തിൽ ഒന്ന് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാനതിനെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പദ്ധതിക്കു വേണ്ടി ഒരുക്കപ്പെട്ടി ഇവിടേക്ക് അയച്ചിരിക്കുന്നവരെ അതിലേക്ക് വിടാതെ തടഞ്ഞു വച്ചിരിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ അഭിഷേകം. ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ കർത്താവ് ഇവിടെ വന്നത്, ദൈവം തൻ്റെ ജനത്തെ ഈ ലോകത്തിലേക്ക് അയച്ചത് ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ്. ആ പദ്ധതി കടന്നു കയറുവാൻ കഴിയാതെ ശത്രു തൻ്റെ പദ്ധതികളുമായി തടഞ്ഞലിട്ടുകൊണ്ട് ദൈവജനത്തെ ഒതുക്കി വയ്ക്കുന്ന അനുഭവത്തിൽ നിന്നും അവരെ പിടിച്ച് എടുത്ത് നിത്യനായ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അഴിച്ചു വിടുന്നതാണ് കർത്താവിൻ്റെ മേൽ വന്ന അഭിഷേകം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ അഭിഷേകം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, ഒന്നാമത് നമ്മളെ ദൈവ പദ്ധതിയിലേക്ക് സ്വാതന്ത്ര്യപ്പെടുത്താനാണ്. ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ, അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. The yoke shall be destroyed because of the anointing. അപ്പോൾ അഭിഷേകം നുകത്തെ തകർത്ത് കളയും. ഇവിടെ പറയുന്ന നുകം എന്താണ്? ഇവിടെ പ്രവാചകൻ യഹൂദിയോട് ദൂത പറയുമ്പോൾ, അന്നാളിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിൽ ദൈവം നിന്നെ വിടുവിക്കുമ്പോൾ, അസീറിയ നിന്റെ കഴുത്തിൽ വച്ചിരിക്കുന്ന, നിന്റെ തോളിൽ വച്ചിരിക്കുന്ന നുകത്തെ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ഒടിച്ചു കളയുകയും നിന്നെ ഏതിനായി അബ്രഹാമിലൂടെ തിരഞ്ഞെടുത്ത് ഒരു ജാതിയാക്കി വെച്ചുവോ ആ ദൈവിക പദ്ധതിക്കു വേണ്ടി നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുമെന്നാണ് യെശയ്യാ ഇവിടെ പറയുന്നത്. ദൈവം അബ്രഹാമിലൂടെ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്ത് കൊണ്ട് കെട്ടിവെക്കാനല്ല, ജീവൻ
ജീവനുള്ള ദൈവം ഒരുവൻ ഉണ്ട് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിനൊരു ജാതി വേണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത്. ആ പദ്ധതിക്ക് പോകുവാൻ കഴിയാതെ അസീറിയ വെച്ചിരിക്കുന്ന നുകത്തെ ദൈവത്തിന്റെ സന്ദർശന ദിവസത്തിൽ തകർത്ത് കളയുമ്പോൾ അഭിഷേകം ദൈവജനത്തെ ദൈവ പദ്ധതിയിലേക്ക് നയിക്കുമെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്റെ മേലും നിന്റെ മേലും ഇതിനകത്ത് ദൈവിക അഭിഷേകം ദൈവം പകരുമ്പോൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും ദൈവം സ്വർഗത്തിൽ എഴുതി വച്ച ദൈവത്തിന്റെ പദ്ധതി തികയ്ക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിന് അടിസ്ഥാനമായി ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പോകുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, ഇന്നലെ ഇവിടെ കേട്ടതുമാണ്. എന്നാൽ അതിൻ്റെ മറ്റൊരു വശം ഞാൻ ഓർപ്പിക്കാൻ പോകുകയാണ്. അത് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ അതിൻ്റെ 16-ാം അധ്യായം 10-12 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ യിശ്ശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ യിശ്ശായിയോട്, യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ യിശ്ശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. എന്താ ഈ വ്യക്തിയെ കൊണ്ടുവരാൻ കാരണം? 7 പേരെ അപ്പൻ മുമ്പ് കൊണ്ട് നിർത്തി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ടേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുത്തനെ രാജാവാക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? സകല എണ്ണത്തെയും, പിന്നെ അത് പോരാഞ്ഞിട്ട് ഏതെങ്കിലും ബന്ധുവിലുള്ളതിനെ കിട്ടുവാണെങ്കിൽ അവനെ കൂടെ വിളിച്ചുകൊണ്ട് നിർത്തും, അല്ലേ? ഇവിടെ 7 എണ്ണത്തെ നിർത്തിയിട്ട് പുള്ളി കയ്യും കെട്ടി നിൽക്കുക. കാരണം എന്താണെന്നറിയാമോ? അപ്പൻ ഇവനെ അവൻ്റെ പണിക്ക് വേണം. അപ്പൻ ഇവനെ വേണ്ടത് അവൻ്റെ ബിസിനസ്സിനാ. അവൻ്റെ ബിസിനസ് ആട്ട് ബിസിനസ്സാ. എന്നാൽ വലിയ അപ്പൻ ഇവനെ വേണ്ടത് ദൈവത്തിൻ്റെ ബിസിനസ്സിനാ. ഇന്നും ഇവിടെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ സ്വന്തം അപ്പൻ്റെ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷേ യാഗം കഴിച്ച് ശുദ്ധി ചെയ്യുന്നിടത്ത് കൊണ്ടുവന്നാലേ അഭിഷേകം വീഴത്തുള്ളൂ. അഭിഷേകം വീണാലേ ആട്ട് ബിസിനസ്സിൽ നിന്ന് ദൈവത്തിന്റെ ബിസിനസ്സിലേക്ക് നിന്നെ മാറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൻ അവനെ കൊണ്ടുവരാഞ്ഞതിന്റെ കാരണം, ഇവനെ വിട്ടുകൊടുത്താൽ എന്റെ ബിസിനസ് പൊളിയും. പക്ഷെ ദൈവം ഇവനെ കണ്ടത് അപ്പന്റെ ബിസിനസ്സിനല്ല. ദൈവം ഇവനെ കണ്ടത് ദൈവത്തിന്റെ ബിസിനസ്സിനാ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ദൈവ പദ്ധതിയിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ അപ്പന്റെ ബിസിനസ്സിൽ കേട്ടിയിട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അഭിഷേകം അതിനെ തകർക്കാൻ പോകുകയാണ്. നുകത്തെ തകർക്കുന്ന അഭിഷേകം ഇവിടെ ഇറങ്ങുമ്പോൾ ഇതുവരെ ചെയ്ത അപ്പന്റെ ബിസിനസ്സിൽ നിന്നും നിന്നെ സൃഷ്ടിച്ച തമ്പുരാന്റെ ബിസിനസ്സിലേക്ക് ഇവിടെ നിന്നും ഇറക്കി വിടാൻ പോകട്ടെ. എത്ര പേര് രാവിലെ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പോയതൊക്കെ മതി.
പ്രൈസ് ഗോഡ്. ഇവനെ വീണ വായിക്കാൻ അറിയാം, പരിപാടികളൊക്കെ അറിയാം. പക്ഷെ ഇതൊക്കെ എവിടെ നടക്കുന്നതെന്നറിയാമോ? ആട്ടിൻകൂട്ടിൽ. വിശദീകരിക്കാനൊന്നും സമയമില്ല. ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആടിൻ്റെ ഇടയ്ക്കാ. പക്ഷേ ദാവീദേ, നിന്നെ ദൈവത്തിന് വേണം. എന്തിനാണെന്നറിയാമോ? അഭിഷേകം പോയ ഒരുത്തൻ്റെ മേൽ ദൈവം ഇവിടെ വായിച്ചതുപോലെ വേറൊരു ആത്മാവിനെ വിട്ടിട്ടുണ്ട്. അവനെ ഇറക്കി വിടണമെങ്കിൽ നിന്നെ ദൈവത്തിന് വേണം. നീ ഈ വീടേയും കൊണ്ട് ഞാൻ ഒഴിക്കുന്ന അഭിഷേകവുമായി അവിടേക്ക് പോകുമ്പോൾ പദ്ധതി മാറും. പിന്നെ ആടിന്റെ കരച്ചിലല്ല കേൾക്കുന്നത്. അയ്യോ, ഞാൻ വായിക്കുന്ന വീണ ആട് മാത്രമേ കേൾക്കാനുള്ളെന്നല്ല. നീ കൂടുതലൊന്നും ചെയ്യണ്ട. നിന്റെ അഭിഷേകം നിന്നിലൂടെ ഒഴുകി തുടങ്ങുമ്പോൾ നേരത്തെ വായിച്ച അതേ കിന്നരം നിന്നെ അയച്ചെടുത്ത് നീ വായിക്കാൻ തുടങ്ങുമ്പോൾ നിനക്കെതിരായി നിൽക്കുന്ന അന്യായ ശക്തികൾ, ദേശത്തിനെതിരായി നിൽക്കുന്ന അന്യായ ശക്തികൾ, ദൈവസഭയ്ക്കെതിരായി നിൽക്കുന്ന അന്യായ ശക്തികൾ നീ പറയാതെ വിട്ടുമാറും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ചിലരെ ദൈവ പദ്ധതിയിലേക്ക് ദൈവം പിടിച്ചിറക്കട്ടെ. ഹല്ലേലൂയ. എന്നെ വളരെ പ്രയാസപ്പെടുത്തി. എടാ, ഏതപ്പനാ പറയാത്തത്? അല്ലെങ്കിൽ 6 മാറ്റിയപ്പോഴത്തേക്ക് ആളിനെ വിടണടാടാ, 6 പോയി, ഇനി ഒരുത്തനെ ബാക്കിയുള്ളൂ ഇവിടെ. ഇനി അവനെ കൂടെ വിട്ടാൽ പിന്നുള്ളവൻ അവിടെ പെട്ടെന്ന് പോയി വിളിച്ചോണ്ട് വാ, അവനെ കൂടെ ഇൻ കേസ് തയ്യാറാക്കി നിർത്തേക്കാം. അതൊന്നും അപ്പൻ ചെയ്തില്ല, കാരണം അപ്പന് വേറെ ബിസിനസ്സാ. ഹല്ലേലൂയ. അപ്പന്മാരുടെ ബിസിനസ്സുകളെ തകർക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ, ദൈവ പദ്ധതിക്കെതിരായി നിന്നെ കെട്ടിവച്ചിരിക്കുന്ന അപ്പന്മാരുണ്ടല്ലോ, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കെതിരായി നിന്നെ അയച്ചിരിക്കുന്ന അപ്പന്മാരുണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ അപ്പന്മാരുണ്ടല്ലോ, സംഘടനയുടെ അപ്പന്മാരുണ്ടല്ലോ, രാഷ്ട്രീയത്തിൻ്റെ അപ്പന്മാരുണ്ടല്ലോ, സ്ഥാനത്തിൻ്റെ അപ്പന്മാരുണ്ടല്ലോ, ഈ ലോകത്തിൽ ഹല്ലേലൂയ ആത്മിക ശുശ്രൂഷയ്ക്കെതിരായി ദൈവസഭയ്ക്കകത്ത് തന്നെ നിന്നെ തടഞ്ഞു വച്ചിരിക്കുന്ന അപ്പന്മാരുണ്ടല്ലോ, അവരുടെ മുഖത്തെ തകർത്തിട്ട് നിന്നെ എന്തിനു വേണ്ടി ദൈവം വിളിച്ചുവോ? ഹല്ലേലൂയ. അതിലേക്ക് ഇറങ്ങണമെങ്കിൽ അഭിഷേകം വേണം. The purpose of anointing is to release you into the purpose of God. അഭിഷേകത്തിന്റെ ഹല്ലേലൂയ ആവശ്യകത എന്ന് പറയുന്നത് ദൈവം നിന്നെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുപോകാനാ. ഇങ്ങോട്ട് വന്നപ്പോഴേ, അമ്മയുടെ ഉദരത്തിൽ കൂടി ഇങ്ങോട്ട് വന്നപ്പം നിന്നെക്കുറിച്ചൊരു പദ്ധതി വേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ ഇന്നിവിടെ നിന്ന് വചനം സംസാരിക്കുന്ന സ്വർഗ്ഗം എഴുതി വെച്ചു. പക്ഷെ അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ നുകത്തെ തകർത്തൊരു അഭിഷേകം, നുകത്തെ തകർത്തൊരു അഭിഷേകം എൻ്റെ മേൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ, ഒരുത്തനും എന്നെ പിടിച്ചു കെട്ടുവാൻ കഴിഞ്ഞില്ല, ഒരു ശക്തിക്കും എന്നെ പിടിച്ചു കെട്ടുവാൻ കഴിഞ്ഞില്ല, ലോകത്തിലെ ഒരു കാര്യത്തിനും എന്നെ നിർത്തുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ അഭിഷേകം ഇന്നും ഇവിടെയുണ്ട്. ആ അഭിഷേകത്തിന്റെ അനുഭവത്തിലേക്ക് നീ ഇറങ്ങി വന്നാൽ നിന്നെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് സ്വർഗം നിവർത്തിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നാളുകളായി പ്രാർത്ഥിക്കുന്നില്ലേ? പ്രൈസ് ഗോഡ്, ആഗ്രഹിക്കുന്നില്ലേ? ഇന്ന് പകൽ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ പ്രൈസ് ഗോഡ്, ഈ അഭിഷേകത്തിനകത്തേക്ക് നിന്നെ ദൈവം കയറ്റാൻ പോകുകയാണ്.
ഇതിനകത്തൊരു ശുദ്ധീകരണത്തിൻ്റെ യാഗമുണ്ട്. ഇതിനകത്ത് ഹല്ലേലൂയ ശുദ്ധീകരണം കഴിഞ്ഞ് യാഗം നടക്കുമ്പോൾ, അതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ യാഗത്തിൻ്റെ അടുത്തേക്ക് നീ കടന്നു വന്നാൽ തൈലക്കൊമ്പ് എടുക്കാൻ സ്വർഗം പറയും. അഭിഷിക്തന്മാർ നിന്റെ മേൽ കരവയ്ക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകത്തിന്റെ തൈലം നിന്റെ മേൽ വന്നിട്ട് ഹല്ലേലൂയ നുകം തകരപ്പെടും. അഭിഷേകം വന്നു കഴിഞ്ഞപ്പോഴേ ആ 16-ാം അധ്യായത്തിൽ തന്നെ അഭിഷേകം കഴിഞ്ഞ ഉടനെ പെട്ടെന്നൊരു വിളി വന്നു. ശൗലിൻ്റെ കൊട്ടാരത്തിൽ നിന്നും പടയാളികൾ പറഞ്ഞു, രാജാവേ, ഈ അസുഖം മാറണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നല്ലപോലെ അഭിഷേകത്തിൽ കിന്നരം വായിക്കുന്നവൻ വേണം. അതൊരുത്തനുണ്ട്. രാജാവ് പറഞ്ഞു, വിളിച്ചോണ്ട് വാ, എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ആളയച്ചു. ഇശായിയുടെ അടുക്ക ചെന്നപ്പോൾ ഇശായി പറഞ്ഞില്ല, എനിക്ക് അവനെ ആടിന് വേണമെന്ന്. ഇശായി പറഞ്ഞു, കൊണ്ടുപോയിക്കോളാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, അഭിഷേകം നിൻ്റെ മേൽ വീണാൽ ഒരുത്തരും നിന്നെ തടയത്തില്ല. ഒരുത്തരും നിന്നെ തടയത്തില്ല. നിന്നെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. ആവശ്യത്തിലിരിക്കുന്നവരുടെ അടുക്കലേക്ക് നിന്നെ അയക്കുവാൻ ഇന്ന് പകൽക്കാലം നിന്റെ പട്ടണത്തിൽ, നിന്റെ സ്ഥാനത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഹല്ലേലൂയ സമൂഹത്തിൽ, നിന്റെ ചുറ്റുപാടിൽ ആവശ്യത്തിലിരിക്കുന്ന ഒരു ശൗലിന്റെ അടുക്കലേക്ക് നിന്നെ അയക്കുവാൻ അപ്പൻ നിന്നെ വിട്ടുകൊടുക്കും. അത് അഭിഷേകത്തിന്റെ പർപ്പസ്. പ്രൈസ് ഗോഡ്. അവിടെ ചെന്നു, സമയം പോയല്ലോ. അവിടെ ചെന്നു, അവിടെ നടന്നത് നമുക്കറിയാമല്ലോ. 16 കഴിഞ്ഞു, 17-ാം അധ്യായം. പിന്നെ നമ്മൾ കാണുന്ന ആരെയാ? ഗോലിയാത്തിന്റെ മുമ്പിലാ. ഇന്നലെ ഇവിടെ ദൈവദാസൻ ഒരു നിറവിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് ഞാൻ അതിനെ തന്നെ അതിൻ്റെ അടുത്ത തലത്തോട്ട് കയറ്റാൻ പോവാം. ഈ അഭിഷേകത്തിൻ്റെ പർപ്പസ് രണ്ടാമത്, ശത്രു നിന്നെ തൊടാതെ വണ്ണം നിൽക്കണമെങ്കിൽ നീ നിറവുള്ളവനായിരിക്കണം. ഞാൻ പറയാം, ഇതൊരു നിറഞ്ഞ ബോട്ടിലാണ്. ഞാൻ ഇതൊന്ന് ഞെക്കി തകരാൻ നോക്കിയാൽ ഇതിനകത്തെ നിറവ് റെസിസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ എത്ര ഞെക്കിയാലും അകത്തുനിന്നൊരു റെസിസ്റ്റിംഗ് പവർ പുറത്തോട്ട് വരിക. പക്ഷേ അതില്ലാത്ത ഒരെണ്ണത്തെ ശത്രു എടുത്ത് ഞെക്കിയാൽ നിന്നെ പോലെ ചൂരിട്ടിയെടുത്ത് കളയും. നിലനിൽക്കണമെങ്കിൽ നിന്റെ മേലൊരു അഭിഷേകം വേണം. നീ എംപ്റ്റി ആയിട്ടിരുന്നാൽ ശത്രു നിന്നെ ചൂരിട്ടിയെടുത്ത് ഇന്ന് നിനക്ക് സ്ഥാനം കാണും, ഇന്ന് നിനക്ക് മാന്യത കാണും, ഇന്ന് നിനക്ക് അംഗീകാരം കാണും. പക്ഷേ ശത്രു അവസരം കിട്ടിയാൽ നിന്നെ ചുരുട്ടിയെടുത്ത്, കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നിന്നെ പാറ്റിക്കളയേണ്ടതിന് അനുവാദം ചോദിച്ചാൽ വിട്ടുകൊടുക്കാത്തതാ. അതാ ശത്രുവിന്റെ ലക്ഷ്യം. പക്ഷെ ഇന്ന് നീ നിറവുള്ളവരാണെങ്കിൽ നിന്നെ എത്ര ഞെക്കിയാലും ഒരു ശത്രുവിനും നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. അതുമാത്രമല്ല, ഇവൻ ദാവീദ് ഗോലിയാത്തിനെ മുമ്പിൽ ചെന്നപ്പോൾ വായിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഇതൊന്നും വായിക്കാത്ത, വിശദീകരിച്ച് പറയേണ്ടതാ. ഗോലിയാത്ത് ചോദിച്ചു, നീ എന്താ വിചാരിച്ചേ? ഒരു നായെ കൊല്ലാൻ വരുന്ന പോലെ വരുന്നു. വലിയ പടയും ചട്ടയായിട്ട് നിൽക്കുന്നവൻ്റെ മുമ്പിൽ ഒരു ചെറു ബാലൻ ചെല്ലുക. പക്ഷെ ചെല്ലുമ്പോൾ അവൻ പറയുക, എനിക്ക് ആയുധമൊന്നും വേണ്ട, ഞാൻ യഹോവയുടെ നാമത്തിലാണ് വരുന്നത്.
ഞാനത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വേറൊന്നാക്കാൻ പോവാ. എന്താണെന്നറിയാമോ? നീ നിറവുള്ളവനാണെങ്കിൽ പ്രൈസ് ഗോഡ്, നീ ഒരായുധമായി മാറും. ഇത് വെച്ചേ എറിഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ല. ഇത് വെച്ച് ഞാനൊരു ഏറെറിയാക്കി ആർക്കെങ്കിലും വേണോ? ആർക്കെങ്കിലും വേണോ? ഇത് വെച്ച് ഒരെണ്ണം തന്നാൽ പറ്റുമോ? നിൽക്കാൻ പറ്റുമോ? അതാ നിറവുള്ളവന്റെ ഗുണം. നീ നിറഞ്ഞു നിന്നാൽ, അഭിഷേകത്തിൽ നിന്നാൽ നീ ഒരായുധമായിട്ട് മാറും. നിൽക്കുന്നവൻ ഗോലിയാത്താണെങ്കിലും, അവൻ എത്ര അടി പൊക്കമുണ്ടെങ്കിലും, അവന്റെ നെറ്റി മുതൽ താല് വരെ കറക്കി എല്ലാം കവർ ചെയ്ത് വെച്ചാലും നിന്നെ ഒരായുധമാക്കാൻ ദൈവത്തിന് കഴിയും. നീ പറയുന്ന ഒരു വാക്ക് മതി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ പറയുന്നൊരു വാക്ക് മതി. അഭിഷേകമുള്ളവന്റെ ഗുണമതാ. അവൻ എടുത്ത കല്ല് ഒരെണ്ണം എടുത്തു, പ്രൈസ് ഗോഡ്, അവന്റെ കവണിയിലിട്ടു. ഇത് പണ്ടേ ഉള്ളതാ, പുള്ളിയുടെ കയ്യിൽ പുതിയതായിട്ട് വന്നൊന്നുമല്ല, പണ്ടേ ഉള്ളതാ. പക്ഷെ അഭിഷേകം വന്ന് ഇപ്പുറത്ത് വന്നപ്പോൾ, ദൈവം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പർപ്പസ് മാറി, കവണയുടെ പർപ്പസ് മാറി. ഹല്ലേലൂയ. അതിനകത്ത് ഒരു കല്ലെടുത്ത് വെച്ച് ഒരു കറക്കം, ഒരു കറക്കിൽ ഒരൊറ്റ വിടിൽ. പിന്നെ ദാവീദിന് കൺട്രോൾ ഉണ്ടോ? 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 ഇല്ല. പക്ഷെ കൺട്രോൾ ഉള്ള ഒരുത്തനുണ്ട്, അവന്റെ പേര് അഭിഷേകം. ഈ കല്ലിനെ അഭിഷേകം കൊണ്ട് കൺട്രോൾ എടുത്തു. ഈ കല്ല് പോവുക. ഈ കല്ല് പോകുമ്പോൾ മൊത്തം കവറിങ് ആണെങ്കിലും എവിടെ കയറണമെന്ന് അഭിഷേകത്തിനറിയാം. തുറന്ന് കിടക്കുന്ന എവിടാണെന്ന് അഭിഷേകത്തിനറിയാം. നീ കൂടുതലൊന്നും ചെയ്യണ്ട, നീ നിറഞ്ഞു നിന്നാ മതി. ഇന്ന് പകൽക്കാലം നിറവോടെ നിൽക്കുന്നുവെങ്കിൽ നിന്നെ ഒരു ആയുധമാക്കാൻ പോകുകയാണ് ദൈവം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ വലിയ ഒരുപാടൊന്നും പ്രസംഗിക്കുന്നില്ല. ഞാൻ കുറച്ചുകൂടെ സമയം എടുക്കണമെന്ന് വിചാരിച്ചാൽ ഞാനത് എടുക്കുന്നില്ല. ഒന്ന് മേളിലോട്ട് കയറാവും. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രൈസ് ഗോഡ്, നമ്മളൊന്ന് ആരാധിക്കാൻ പോവാ. പ്രൈസ് ഗോഡ്. ഞാൻ ഒരവസരം തരാൻ പോവാ. ഇന്ന് പകൽക്കാലം നാം ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇവിടെ ആരാധന നടക്കുന്നിടത്താണ്, ശുദ്ധി ചെയ്ത് യാഗം നടക്കുന്നിടത്താണ് വന്നിരിക്കുന്നത്. ഇവിടാണ് അഭിഷേക തൈലം ഒഴിക്കുന്നത്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നീ നിറവുള്ളവനാണ്, നീ ഒരായുധമായിട്ട് മാറാൻ പോവാ. ഇവിടെ ഒന്ന് പോകുമ്പോൾ ഉണക്ക പാത്രമായിട്ടല്ല പോകാൻ പോകുന്നത്. ഇവിടെ ഒന്ന് നീ ഇറങ്ങി പോകുമ്പോൾ ഒരായുധമായിട്ടാണ് നീ പോകാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. നിന്നെ തൊട്ടാൽ കൈ പൊള്ളും, നിന്നെ തൊട്ടാൽ കൈ പൊള്ളും. നിന്നെ തൊടുന്നവൻ പറവയ്ക്കിരയായി മാറും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ